ഇത്തവണ +2 ബിസിനസ് ഓണപരീക്ഷ എന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ റീൽ ഇപ്പൊ തന്നെ ഷെയർ ചെയ്തു എന്നിട്ട് കണ്ടോ. അതായത് 5 മാർക്കിന്റെ സെക്ഷനിൽ ഉറപ്പായും വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് മാനേജ്മെന്റിൽ നിന്ന് ഏതെങ്കിലും ഒരു ലെവൽ എടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ ഡിഫറെന്റ് ലെവൽസ് പറഞ്ഞു ചോദിക്കാം. അപ്പൊ ഈ 3 ലെവലിൽ ആരൊക്കെയാണുള്ളത്, അവരുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നിർബന്ധമായിട്ടും പഠിക്കണം. പിന്നെ സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് തെറ്റിപ്പോകരുത്. സയന്റിഫിക് മാനേജ്മെന്റ് ടെക്നിക്സ് ഉണ്ട്, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇത് മൂന്നാ തെറ്റിപ്പോകരുത്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് മാനേജ്മെന്റ് ഇസ് എൻ ആർട്ട്, പ്രൊഫഷൻ, സയൻസ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചിലപ്പോൾ ചോദിച്ചേക്കാം. പിന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഫംഗ്ഷണൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഡിവിഷണൽ സ്ട്രക്ചർ തന്നിട്ട് അതിന് അഡ്വാൻറ്റേജോ ഡിസഡ്വാൻറ്റേജോ ചോദിക്കും. ദെൻ അതുപോലെ തന്നെ പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ പ്ലാനിങ്ങിന്റെ സ്റ്റെപ്പിലെ ലാസ്റ്റ് നമ്മൾ കാണുന്നില്ല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാൻസ്, ഒബ്ജക്റ്റീവ്സ്, സ്ട്രാറ്റജി, അതുപോലെ തന്നെ റൂൾസ്, പ്രൊസീജിയർ, പ്രോഗ്രാം. ഇതൊക്കെ കുറച്ച് തന്നിട്ട് എന്താണെന്ന് എഴുതുന്നു പറഞ്ഞിട്ട് 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്. ബിസിനസ് സ്റ്റഡീസ് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു ചോദ്യം നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഒപ്പം തന്നെ ഫംഗ്ഷണൽ ഫോർമാൻഷിപ്പ് ആ ഡയഗ്രത്തോട് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനും പഠിക്കണം കേട്ടോ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുത്തോ. +2 ഓൺ എക്സാം എഴുതുന്ന ഫ്രണ്ട്സിന് എല്ലാവരും റീൽ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ.